നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം മേയർ വി രാജേഷിനെ എല്ലാവർക്കും ഇഷ്ടമാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ, അദ്ദേഹം പറയുന്ന വാക്കുകളിലെ ക്ലാരിറ്റി, ഇതൊക്കെ തന്നെയാണ് ഏവർക്കും അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ കാരണമായി മാറിയത്. നിലവിൽ വി രാജേഷിന്റെ നീക്കങ്ങൾ നോക്കുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വലിയ രീതിയിൽ തന്നെ ജനങ്ങൾക്കിടയിൽ എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ചില സത്യസന്ധവും അല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വരുന്നത്. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 50 സീറ്റുകൾ നേടിയാണ് NDA തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം ഉറപ്പിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ഭരണം ഏറ്റെടുത്താൽ കോർപ്പറേഷനിൽ സ്ഥിരതാമസമുള്ളവർക്ക് പെട്രോൾ 62 രൂപയും ഡീസൽ 48 രൂപയും കൊടുക്കുമെന്ന് BJP പറഞ്ഞതായി അവകാശപ്പെട്ട് മേയർ വി രാജേഷിന്റെ ചിത്രത്തോടൊപ്പം ഒരു പോസ്റ്റർ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ പ്രചരണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. വാസ്തവം അറിയാം. അന്വേഷണം നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ഭരണം ഏറ്റെടുത്താൽ കോർപ്പറേഷനിൽ സ്ഥിരതാമസമുള്ളവർക്ക് പെട്രോൾ 62 രൂപയും ഡീസൽ 48 രൂപയ്ക്കും കൊടുക്കും BJP എന്നാണ് മേയർ വി രാജേഷിന്റെ ചിത്രമടങ്ങിയ പോസ്റ്റിൽ ഉള്ളത്. കീവേഡുകൾ പരിശോധനയിൽ സംസ്ഥാനത്ത് BJP അധികാരത്തിലെത്തിയാൽ പെട്രോളിനെയും ഡീസലിനെയും ചരക്ക് സേവന നികുതിയുടെ പരിധിയിൽ കൊണ്ടുവന്ന് ഇന്ധനവില ലിറ്ററിന് 60 രൂപയാക്കുമെന്ന് BJP മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ പറഞ്ഞതായി 2021 ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. GSTയിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ ഇന്ധനവില ഗണ്യമായി കുറയ്ക്കാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് ഈ വാഗ്ദാനം നൽകിയതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ഭരണം ഏറ്റെടുത്താൽ കോർപ്പറേഷനിൽ സ്ഥിരതാമസമുള്ളവർക്ക് പെട്രോൾ 62 രൂപയ്ക്കും ഡീസൽ 48 രൂപയ്ക്കും കൊടുക്കുമെന്ന് BJP പറഞ്ഞതായുള്ള വാർത്താ റിപ്പോർട്ടുകൾ ഒന്നും തന്നെ ലഭ്യമായില്ല. 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP പുറത്തിറക്കിയ വിഷൻ 2030 പ്രകടന പത്രികയിലും ഇത്തരമൊരു വാഗ്ദാനം നൽകിയിട്ടില്ല. 2036 ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ നഗരത്തെ സജ്ജമാക്കുക, കോർപ്പറേഷൻ സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്യുക, 45 ദിവസത്തിനുള്ളിൽ വികസന ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുക എന്നിവയായിരുന്നു പ്രധാന വാഗ്ദാനങ്ങൾ. കൂടാതെ ഇന്ത്യയിൽ ഇന്ധനവില നിർണ്ണയിക്കുന്നത് എണ്ണ കമ്പനികളും നികുതികൾ നിശ്ചയിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുമാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവയ്ക്കാണ് എല്ലാ ദിവസവും ഇന്ധനവില പരിഷ്കരിക്കാനുള്ള അധികാരം. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിൽ വിലയും രൂപയുടെ വിനിമയ നിരക്കും പ്രവർത്തന ചെലവുകളും കണക്കിലെടുത്താണ് ഇവർ വില നിശ്ചയിക്കുന്നത്. നികുതികൾ വഴി സർക്കാരുകളും വില നിർണ്ണയത്തിൽ വലിയ പങ്കുവഹിക്കുന്നു. കേന്ദ്ര സർക്കാർ എക്സൈസ് തീരുവയും സംസ്ഥാന സർക്കാരുകൾ വാറ്റും സെയിൽസ് ടാക്സും ഈടാക്കുന്നു. ഈ നികുതികൾ ഇന്ധനവിലയുടെ ഗണ്യമായ ഒരു ഭാഗമാണ്. ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന അസംസ്കൃത എണ്ണയുടെ വിലയാണ് അടിസ്ഥാന ഘടകം. ആഗോള വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് പ്രാദേശിക വിലയിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതായത് ഒരു മുനിസിപ്പൽ കോർപ്പറേഷന് പെട്രോൾ, ഡീസൽ വിലകളിൽ മാറ്റം വരുത്താൻ ഭരണഘടനാപരമായി അധികാരമില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2021 കുമ്മനം രാജശേഖരൻ BJP കേരളത്തിൽ ഭരണത്തിലെത്തിയാൽ പെട്രോളിന് 60 രൂപയാക്കുമെന്ന് പറഞ്ഞ പ്രസ്താവനകളെ നിലവിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധിപ്പിച്ച് നടത്തുന്ന വ്യാജ പ്രചരണമാണ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണത്തിലെത്തിയാൽ പെട്രോളിന് 62 രൂപയും ഡീസലിന് 48 രൂപയും ആകുമെന്ന പ്രചരണം തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്ന് വ്യക്തമാണ്.